ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ചാനലിൻ്റെ പേരിന് ഒരു മീനിങ് ഉണ്ടായത് ഇപ്പോഴാണല്ലേ. അതായത് വീണ്ടും നമ്മൾ ട്രാവൽ ബ്ലോഗിലേക്ക് എത്തിയിരിക്കുകയാണ്. മലപ്പുറത്തിൻ്റെ സ്വന്തം മീശപ്പുലിമല അല്ലേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പൊ സമയം 6:30 ഈ സമയത്തൊന്നും ഇതുവരെ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്തിട്ടില്ലല്ലേ. അതെ, അതിരാവിലെ എണീറ്റ് നമുക്ക് വഴികാട്ടിയായിട്ട് നമ്മുടെ സിംഗുന്റെ വീട്ടിൽ പാട്ട് പഠിക്കാൻ പണ്ട് വന്നല്ലേ. അതുല്യ എന്ന് പറഞ്ഞ കുട്ടിയുടെ അച്ഛനാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. പുള്ളി അവിടെ നിപ്പുണ്ട്. നമ്മള് ഇതിന്റെ സംഭവം ഫുൾ കോട നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പം എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചത് മഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന കണ്ടിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇവിടുത്തെ കാഴ്ച കാണിച്ചു തരാം. Wake up early on a Sunday morning and go outside. Take a walk in the park when almost everyone is still asleep. Take a deep breath of a fresh morning air. Lose yourself in the uncertainty created by the fog. അതെ, പേര് ഒന്ന് പറയൂ. ബെന്നി. അപ്പോൾ ഈ മലയുടെ പേര് വല്ലതും ഉണ്ട് ഇതിന്? നമ്മള് യൂട്യൂബിൽ നോക്കിയപ്പോ ഇത് ചാത്തൻ അല്ല, ചെകുത്താൻ പാറയെ അല്ലല്ലേ. അപ്പൊ ഇതിന് അങ്ങനെ പേരൊന്നുമില്ല. വെള്ളിലമല എന്ന് വേണേൽ പറയാം. വെള്ളിലമല. കുറച്ചുകൂടെ 1 കിലോമീറ്റർ താഴെ കുരങ്ങൻ ചോലയുണ്ട്. കുരങ്ങൻ ചോല. ഇത് തന്നെയാണ് സംഭവം. അവിടെ വന്നാൽ ഇത് തന്നെ, കുറച്ച് അപ്പുറം ഒന്ന് കാണുന്നുള്ളൂ. ഇത് മങ്കടേന്ന് ഒരു 4-5 കിലോമീറ്ററേ ഉള്ളൂ. 4 കിലോമീറ്റർ. 4 കിലോമീറ്റർ ഇല്ല. ഞാൻ സാറിന് ഇതിലേ വരുന്ന വഴി പൊളിഞ്ഞു കിടക്കണേ. അതുകൊണ്ടല്ല ഞാൻ ഇതിലേ വരുന്നത്. അടിപൊളി സ്ഥലം. ഇതിനി കുറച്ചുകൂടെ താഴുമല്ലേ? മഞ്ഞ് താന്ന രസമുണ്ട്. ഓരോ മലയുടെയും കട്ടിങ് ഇങ്ങനെ തെളിഞ്ഞു വരും. അതിനിടയ്ക്ക് മഞ്ഞ് ഇങ്ങനെ ഉറങ്ങി കിടക്കുന്നു. ഞാൻ ആദ്യം വരും കേട്ടോ. എന്നാലും ആദ്യം വരും. ശരി. ഇതൊരു കാഴ്ചയായിട്ട് കാണാൻ ആദ്യം വരിക. ഇതിനെന്നും പോകുന്നതല്ല. എവർക്കും ഇത് അറിഞ്ഞൂടെ ഇവിടെ ജനിച്ച് വളർന്നിട്ട്? നമ്മള് കോട കണ്ടിട്ടുള്ളത് ഫുള്ള് അവിടെ പോയിട്ട്, ഊട്ടി പോയിട്ടാണ്. 4 കിലോമീറ്റർ വന്നാൽ നമുക്ക് ഇവിടെ അടിപൊളി കാഴ്ച. ഇത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും ഹൈയസ്റ്റ് പോയിന്റ് ആണെന്നാണ് പറഞ്ഞത്. അതായത് ഏറ്റവും ഉയരം കൂടിയ സ്ഥലം. അതായത് അപ്പുറ സൈഡിൽ നിൽക്കുന്നവർക്ക് ഇങ്ങനത്തെ വ്യൂ ഇപ്പുറ സൈഡിലേക്ക് കിട്ടില്ല. കാരണം അത്ര ഹൈറ്റിലല്ല വേറൊരു മലയുള്ളത് എന്നാണ് പറഞ്ഞത്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കാണാൻ വേണ്ടി. ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. പിന്നെ കാണുന്നത് അങ്ങനെ പരന്നിട്ട് കാണുന്ന ഒരു മല കണ്ടോ ബാക്കിൽ? അല്ല, ഇതിപ്പോ ക്ലിയർ അല്ല. കാര്യം ഇപ്പൊ ഇരിക്കുന്ന മഞ്ഞൊക്കെ കുറച്ച് താന്ന് വരും. അപ്പൊ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള മലകളൊക്കെ കാണാന്നാ പറഞ്ഞത്. അവിടെ ഉള്ള ഒരു മലയ്ക്ക് എന്തോ ഒരു സ്ഥലം പറഞ്ഞു, ഒരു പരന്നിട്ടുള്ള ഒരു ഭാഗത കാണുന്നു ആ മല. ബാക്കിയുള്ളതിന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ താഴോട്ട് പോകുമ്പോ എന്തോ കുരങ്ങൻ ചോല എന്നുള്ള ഒരു സ്ഥലം പറഞ്ഞു. പക്ഷേ അവിടെയും ഇത് തന്നെയാണ് കാണാനുള്ളത്. ഇതാണ് ഹൈയസ്റ്റ്. ഇങ്ങോട്ട് വരാനുള്ള വഴികളൊന്ന് നമുക്ക് ഇവിടെ UK പടിയില്ലേ, UK പടി വന്നിട്ട് നമ്മുടെ റൈറ്റ്, ഇപ്പം പെരിന്തൽമണ്ണ സൈഡിൽ നിന്ന് വരുന്നവരാണെങ്കിൽ അറിയുണ്ടാവും, റൈറ്റ് സൈഡിലേക്കുള്ള മേലേക്ക് ഒരു റോഡുണ്ട്. ആ റോഡിന് ഇങ്ങോട്ട് കയറി പോന്നാൽ മതി. പിന്നെ അതിനും മുന്നേ തന്നെ നമുക്ക് ഇങ്ങോട്ട് എത്താനുള്ള വേറൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേരുമ്പിലാവില്ലേ, വേരുമ്പിലാവെന്ന് റൈറ്റ് സൈഡിലേക്ക് മേലോട്ടൊരു റോഡുണ്ടല്ലോ, ആ റോഡ് വഴിയും വരാമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ആ റോഡ് കുറച്ച് മോശമായി കിടക്കുന്നതുകൊണ്ടാണ്
നമ്മൾ ഈ വഴി വന്നത്. UK പടി വഴി വന്നത്. ഞാൻ അതെല്ലാം വളരെ അടുത്താണ് കേട്ടോ പന്തലൂര് കണ്ടിട്ട് നല്ലതാ. ഈ സംഭവം സ്ഥലമൊന്നും ഇതുവരെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പറഞ്ഞ 6:30 വന്ന ഇവിടെ ഒന്നും കാണാൻ പറ്റില്ലെന്ന്. അതെ. പക്ഷെ ഇവിടെ വന്ന് ഇവള് ഞെട്ടി റെഡി ആയിരിക്കുകയാണ്. Haven't you heard? Narrow is the way that leads to heaven. Congested paths, sudden slides, just like the way to heaven. Now I feel like a mountain boy. I can hear the music of pines. I can feel the wild air and taste the mountains. Yes, the boundaries of heaven is here. ഇപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റ് ഏരിയ എന്നാണ് പറഞ്ഞത്. അപ്പം ആ ഫോറസ്റ്റ് ഏരിയയിൽ വന്നിരിക്കുകയാണ്. ഇത് എന്താ പറയുക, ഇവരിപ്പോൾ പറയണത് സൂര്യാസ്തമനം കാണാൻ ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണെന്നാണ് പറയണത്. അതേപോലെ തന്നെ ഡിസംബറിൽ നമുക്ക് നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് അത്ര ഇവിടെ. ഡിസംബറിലാണ് വരേണ്ടത്. കുറേ പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ആക്സിഡൻ്റലി ഇവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് പോകാൻ വെച്ചിട്ട് വന്നാൽ കേട്ടോ. ഒരുപാട് വെറൈറ്റി ഓഫ് പൂക്കൾ ഉള്ള ചെടികളൊക്കെ കണ്ടു. പേരുകളൊന്നും അറിയില്ല, എന്നാലും നല്ല രസമുണ്ട് കാണാൻ. ഹെർബേറിയം കളക്ഷനൊക്കെ ഇങ്ങോട്ട് വന്നാൽ ഇതിൽ ഒരു സാധനമാണ് ഈ ചെടി എന്താണെന്ന് നോക്കൂ. Up here, there are no more cities, only villages. We can count the people here in hundreds or 200s. എന്താണെന്നറിയാതെ ആ ചെടി? ഇതോ? ഇതെന്തോ അറിയില്ല. അതോ? അതാണ് അകില്. അതിന്റെ പേരോ? ചന്ദനമാണേ. ആ ഇത് ചന്ദനമാണല്ലേ? അപ്പൊ ചന്ദനം കാണാത്തവർ ഇതാണ് ചന്ദനം. പൊളിച്ച് വളരാൻ സമ്മതിക്കല. ഇത്ര പൊക്കമായി കഴിഞ്ഞാൽ തുറന്നു നോക്കും അടിയിൽ നിന്ന്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ശരിക്കും ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ കിട്ടുന്നൊരു സുഖം അതൊന്നും വേറെയാണ്. എന്താ പറയുക, ഭയങ്കര റിഫ്രഷ്മെൻ്റ് ആണല്ലോ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും വന്നത് മുതലായി. നമ്മൾ അന്ന് പോയത് നമുക്ക് കരിവാരെ കൊണ്ട് ശരിക്കും നമ്മൾ പ്രോപ്പർ ഗൈഡൻസിലല്ലല്ലോ പോയത്, നമ്മൾ ഒറ്റയ്ക്കല്ലേ പോയത്. അപ്പം അതിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം മേ ബി നമുക്കത് കറക്റ്റായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതിൻ്റെ ഒരു വിഷമം തോന്നുന്നത് എന്നാണ്. കറക്റ്റ് കുറഞ്ഞ കാലഞ്ചി നല്ല ഭംഗിയുള്ള കുറേ സ്ഥലം. അടിപൊളി സ്ഥലം അല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ സ്ഥലമാണ് എനിക്കിഷ്ടം. ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടി നമ്മളെ സഹായിച്ച ബെന്നിച്ചേട്ടനെ വളരെ നന്ദി പറയുന്നു. കാരണം അല്ലെങ്കിൽ നമ്മളിതൊന്നും ബെന്നിച്ചേട്ടൻ മുന്നേ പോകുന്നുണ്ട്. അതെ, അല്ലെങ്കിൽ നമ്മളിതൊന്നും അറിയില്ല ഇങ്ങനത്തെ സ്ഥലം ഉണ്ടെന്ന്. എനിക്കറിയില്ലായിരുന്നു. ഞാൻ മങ്കടക്കാരിയെ വന്നിട്ട് കാര്യമില്ല. ഇപ്പം ആകെ മണി 8 മണി ആവുന്നേ ഉള്ളൂ. പക്ഷെ രാവിലെ നേരത്തെ എണീക്കും. പ്രഷറോ? അതാണല്ലേ നമുക്ക് ആ നിരവ് ഭാഗത്തുനിന്ന് കാണുന്നത്. പൂ കണ്ടപ്പോൾ സിംഗിൾ ഫോട്ടോ എടുക്കണം. കദളി. ഓ ഇതാണല്ലേ കദളി. അതിന് നല്ല പൂക്കൾ അവിടെ ഉണ്ടായിരുന്നല്ലോ.
അതും ചീഞ്ഞു. പക്ഷേ ഞാൻ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ പിന്നെ ഓർത്തത് ഇത് എടുത്തിട്ട് ലാസ്റ്റ് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാം. നമുക്കിങ്ങനെ ഇങ്ങനെ 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 ഓരോ കള്ളിയിലായിട്ട് കൊടുക്കില്ലേ അങ്ങനത്തെ രീതിയിൽ. അതെ ആ കഥടി ഇതാ. കദളി അല്ലേ? അവിടെ എടുത്തില്ല, അവിടെ നല്ല ഒറിജിനൽ നിൽക്കുന്നുണ്ട്. ആ ഇവിടെയൊക്കെ ഉണ്ട്. വടക്കം നിൽക്കുന്നുണ്ട്. വാ സവാരി കഴിഞ്ഞില്ലേ? അതെ. വേണ്ട, പ്രകൃതി ഭംഗി എന്ന് പറയാൻ പറ്റിയല്ല. അതെ, അത് പ്രകൃതിയെ നശിപ്പിക്കുന്ന ഭംഗിയാണ്. ഇത് കാട്ടുതെറ്റി. നിങ്ങൾ കണ്ടോ ഈ ചെടി? ഈ കാണുന്ന ചെടി ഒരു വിഷച്ചെടിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കാണിച്ച കൂട്ടത്തിൽ ഫ്ലവേഴ്സിൻ്റെ കൂട്ടത്തിൽ കാണിച്ചിരിക്കുന്നു മാത്രം. അതങ്ങനെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ. വിഷച്ചെടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചില വിഷങ്ങൾ നമുക്ക് നല്ലതായിട്ട് തോന്നുമല്ലോ കാണാൻ. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ.